ഹായ് മകളെ, അങ്ങനെ നിങ്ങൾ കാത്തിരുന്ന ദിവസം നാളെ എത്തിയിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഈ ഒരു സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും കൂടാതെ നിങ്ങൾക്കൊരു അടിപൊളി വിഷ് തരാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം അവസാനിക്കാനായി. നിങ്ങൾക്കറിയാം, നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് സൈലത്തിലേക്ക് വരുന്ന ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആദ്യമായിട്ട് സൈലത്തിൻ്റെ 10ാം ക്ലാസ്സിലെ ക്ലാസ് കാണുന്ന ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. യൂട്യൂബിലാവട്ടെ, ആപ്പിലാവട്ടെ. സോ എങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിലും നിങ്ങളൊക്കെ ഞങ്ങളുടെ കുട്ടികൾ തന്നെ, സൈലം ഫാമിലിയുള്ള മെമ്പേഴ്സ് തന്നെയാണ്. സോ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളിലെപ്പോലെ തന്നെ സന്തോഷിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെപ്പോലെ സങ്കടപ്പെടുന്ന ആൾക്കാരാണ് ഞങ്ങൾ. സോ നാളത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളതാവട്ടെ. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ടീച്ചേഴ്സും കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മാക്സിമം പഠിപ്പിക്കുന്നുണ്ട്. ഇത് പണ്ട് നമ്മൾ മൊയ്തീന് പറഞ്ഞതുപോലെ, മൊയ്തീൻ കഞ്ചമലോട് പറഞ്ഞതുപോലെ, നീ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ 10,000 ഇരട്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പറഞ്ഞതുപോലെ, ഞങ്ങൾ എടുക്കുന്ന എഫേർട്ടിനേക്കാൾ 10,000 ഇരട്ടി എഫേർട്ട് നിങ്ങൾ എടുക്കുന്നുണ്ട്. സോ അത്രയധികം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. സോ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടും, യാതൊരു സംശയം വേണ്ട. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എൻജോയ് ദ ജേർണി നോട്ട് ദി ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ യാത്രകളെയാണ് സ്നേഹിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ പരീക്ഷ എന്ന് പറയുന്നത് ഒരു യാത്രയായിട്ടാണ് നിങ്ങൾ കണ്ടത്. ആ യാത്രകളെ നിങ്ങൾ മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. സോ ആ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ A+കളും A ഗ്രേഡുകളും ഫുൾ മാർക്കുകളുമാണ്. അത് നമുക്ക് എത്തണം, അതാണ് നമ്മുടെ ആഗ്രഹം. ഇൻ കേസ് അതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും A+കളും ഫുൾ മാർക്കുകളും ഒക്കെ കിട്ടട്ടെ, അത് മറ്റൊരു വശമാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് ഡിമോട്ടിവേറ്റ് ആയി പോകണ്ട. സോ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഓരോ ടീച്ചേഴ്സും, നിങ്ങളുടെ പ്രിയപ്പെട്ട ഓരോ സബ്ജക്റ്റ് ടീച്ചേഴ്സും നിങ്ങളോട് പ്രത്യേകം അറിയിക്കുകയാണ്. സോ എല്ലാവർക്കും വിഷ് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നാളത്തെ എക്സാം ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ എഴുതുക. നാളെ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ഒരു കാരണവശാലും ഒരുപാട് ഇങ്ങനെ എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പോവേണ്ടതില്ല. പിന്നെ വൺ വേർഡിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി സമയം കളയരുത്. പിന്നെ ഓരോ ചോദ്യം എത്ര പേജ് ചെയ്താൽ നിങ്ങൾ ടീച്ചേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ലൈവിലൊക്കെ ചോദിച്ച് നോക്കാം. ഇനി നിങ്ങൾ ഈ ലൈവിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ സ്കൂളിൽ എത്തുന്ന സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഏതെങ്കിലും കൂട്ടുകാരോട് ചോദിച്ചിട്ട് അത് മനസ്സിലാക്കുക. കാരണം നമ്മൾ ചില ചോദ്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും. ചിലപ്പോൾ ആ ഒരു ചോദ്യത്തിന് 3 മാർക്കിലെ ചോദ്യമാണെങ്കിൽ അതിന് ചിലപ്പം ഒരു 4-5 വാക്യത്തിൽ എഴുതിയാൽ മതിയോ, വേർഡ്സിൽ എഴുതിയാൽ മതിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊരു അരപ്പേജ് എഴുതുകയാണ്. പക്ഷേ അരപ്പേജ് എഴുതിയാൽ നിങ്ങൾ അടിപൊളിയായിട്ടുള്ള സാധനമായിരിക്കും. പക്ഷേ നിങ്ങൾ അരപ്പേജ് എഴുതിയാലും 5 വാക്യം എഴുതിയാലും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 3 മാർക്കാണ്. അപ്പോൾ അത്രയും സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ നിങ്ങൾ പോകണം. ടൈം മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് ടീച്ചേഴ്സ് പറഞ്ഞുതരും. ആ രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. സോ എല്ലാവരും നല്ല മക്കളാണ്, ഇനിയും നല്ലതാവട്ടെ. ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫോർ സൈലന്റ് ലേണിംഗ്. നല്ലൊരു സന്തോഷമുണ്ട് തീർച്ചയായിട്ടും, അതിനോടൊപ്പം തന്നെ സങ്കടമുണ്ട്. നമുക്ക് അടിപൊളിയാക്കണം കേട്ടോ. ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ കാണാം. ബൈ, ടാറ്റ.